മലപ്പുറം ജില്ലാ ഹോമിയോപ്പതി നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഹോമിയോപ്പതി ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടൂരിൽ, കാരണം ടെലിമെഡിസിൻ സംവിധാനമൊക്കെ നമ്മൾ വണ്ടൂരിൽ വളരെ നല്ല രീതിയിൽ പോവുകയാണ്. കാരണം ഇതിന്റെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വണ്ടൂരിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ജില്ലക്ക് പുറത്തുള്ള ആളുകളാണ്. അപ്പൊ ജില്ലക്ക് പുറത്തുള്ള ആളുകൾ പക്ഷെ തിരുവനന്തപുരത്തുള്ള ഒരു പേഷ്യന്റിന് നമ്മൾ വണ്ടൂരിലേക്കൊക്കെ വന്ന് ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാൻ ഒരു പക്ഷെ വലിയ പ്രയാസം. ആദ്യം ഒരു ദിവസമൊക്കെ വരും, അല്ലെങ്കിൽ ഒരു തവണയൊക്കെ വരും. പിന്നീട് ഡോക്ടറുമായി ഇവര് വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി നമ്മുടെ വണ്ടൂരിലുണ്ട്. ജില്ലാ ഹോമിയോപ്പതി ആശുപത്രി സൂപ്രണ്ടും DMO ചുമതലയുമുള്ള ഡോക്ടർ PK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം സാധാരണക്കാരിലെത്തിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും വകുപ്പിന്റെ വിവിധ പദ്ധതികൾ താഴെത്തട്ടുകളിലേക്ക് എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കൂടുതൽ അവബോധം നൽകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അടിസ്ഥാന സൗകര്യത്തിലും ചികിത്സയുടെ കാര്യത്തിലും ജില്ലയിലെ ഹോമിയോപ്പതി ആശുപത്രികൾ മികച്ച നിലവാരത്തിലാണ്. മറ്റു ജില്ലകളിലുള്ളവർ പോലും മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിലും വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. ഇതിനാൽ വണ്ടൂർ ആശുപത്രിയിൽ 19 പേ വാർഡ്, ലിഫ്റ്റ്, 50 കിടക്കകൾ എന്നിവയ്ക്കുള്ള പ്രപ്പോസൽ അനുവദിച്ചതായും ജൂൺ ആദ്യവാരം ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുമെന്നും MK റഫീഖ പറഞ്ഞു. പരിപാടിയിൽ മികച്ച പ്രൈവറ്റ് ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ SG ബിജു ഏറ്റുവാങ്ങി. തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ വിനു കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാമുവൽ ഹനിമാൻ അനുസ്മരണം നടത്തി. വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത്. വെറും 30 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റൈഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ. 100 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തത്. പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. നിക്കാഹ്, ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട്. സ്കൂൾ കുട്ടികൾക്ക് 100 റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ ഉണ്ട്.